ഹായ് അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ വെള്ളയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ദോശയ്ക്കും വെള്ളയപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ 2-3 പ്രാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് കുറച്ചധികം തന്നെ അരച്ച് വയ്ക്കാറുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയും ചോറും നാളികേരവും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇന്നലെ രാത്രി തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളയപ്പത്തിന് ഇന്നൊരു മുട്ടക്കറിയിൽ ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് ചേർക്കുന്നുണ്ട്. ബാക്കി എല്ലാ പണികളും ചെറുപ്പത്തിൽ തന്നെ ചെയ്യുമെങ്കിലും ഫുഡ് ഉണ്ടാക്കൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമായിരുന്നില്ല എനിക്ക് കേട്ടോ. പക്ഷെ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരിഞ്ഞു കൊടുക്കുക, ചതച്ച് കൊടുക്കുക, അതൊക്കെ ചെയ്തായിരുന്നു. സവാള കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ചേർക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത് പച്ചമുളകും കൂടെ അതിൽ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവയും ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി യോജിച്ച് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയായിട്ട് കുറച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് നാളികേരം മിക്സിയുടെ ജാറിലിട്ട് പാലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഏറ്റവും എളുപ്പത്തിലും അത്യാവശ്യം ടേസ്റ്റിലും ഉണ്ടാക്കാൻ ഞാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. അടുക്കളയിൽ തന്നെ ഒരുപാട് പണികളായി കൂടുതൽ നേരം നിൽക്കാൻ എനിക്കിഷ്ടമില്ല. ചെയ്യുന്ന പണി നല്ല വൃത്തിയോടുകൂടി വേഗത്തിൽ തന്നെ ചെയ്ത് തീർക്കാനാണ് എനിക്കിഷ്ടം. സവാളയും തക്കാളിയും മസാലയും എല്ലാം കൂടി വാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പലി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മാറ്റി വെച്ച നാളികേരപ്പാൽ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വേപ്പലയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കറി നന്നായി പതഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇന്നലെ വെള്ളയപ്പത്തിനായിട്ട് അരച്ച് വെച്ച മാവ് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മാവ് എടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളയപ്പം ചുട്ടെടുക്കുക. വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഇവിടെ ഇല്ലാത്ത കാരണം വെള്ളയപ്പച്ചട്ടിയിലല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ വെള്ളയപ്പം മുട്ടക്കറിയും കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. മോള് സ്കൂളിൽ വരുമ്പോഴത്തേനും ചെറുനാരകത്തിൻ്റെ 2 അല്ലിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പഞ്ചസാരയും ചെറിയ പച്ചമുളകും ചേർത്ത് കുറച്ച് വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങയില്ലെങ്കിലും ചെറുനാരകത്തിൻ്റെ ഇല ചേർക്കുമ്പോൾ വെള്ളം നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. പിന്നെ കുറച്ച് നേരം നമ്മളെ ചെടികളൊക്കെ ഒന്ന് നോക്കിക്കണ്ട്. ഇന്ന് വൈകിട്ട് ഇതൊരു കോഫിയൊക്കെ ഉണ്ടാക്കി. മോൾക്ക് ചായ ഇഷ്ടമില്ലാത്ത കാരണം ഇടയ്ക്ക് പാൽ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ കോഫിയാക്കി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ നേരത്ത് നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ അവർക്ക് കൊടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവർ പോയത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പിന്നെ നേരത്തെ തടം മോള് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരയ്ക്കാനിരുന്ന്. ഡ്രോയിങ്ങിനൊന്നും പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ അവൾ വരയ്ക്കും. അതുപോലെ റെസിനും ക്രാഫ്റ്റും ഒക്കെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.